الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم رب قد آتيتني من الملك وعلمتني من تأويل الأحاديث فاطر السماوات والأرض أنت ولي في الدنيا والآخرة توفني مسلما وألحقني بالصالحين. സ്നേഹ സമ്പന്നരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന ഈ ആയുസ് ഒരു ദിവസം പൊലിഞ്ഞു പോകാനുള്ളതാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ള അവധി നമ്മളിലേക്ക് എത്തുമ്പോൾ അള്ളാഹു നിശ്ചയിച്ച സമയം നമ്മളിലേക്ക് അടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു പേരിൽ നമ്മുടെ മരണത്തെ ആളുകൾ വിളിക്കാം. മരണവാർത്ത നമ്മളിലേക്ക് ദിനേന പറന്നെത്തുന്ന ഒരു അത്ഭുതകരമായ അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്ന ഒട്ടനവധി മരണവാർത്തകൾ നമ്മുടെ മുന്നിൽ നമ്മൾ നിരന്തരം കേൾക്കുന്നുണ്ട്. അത് റബ്ബ് നമ്മുടേത് എവിടെ വെച്ചാണ്, ഏത് രൂപത്തിലാണ് നിശ്ചയിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. പക്ഷെ ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മുടെയൊക്കെ ജീവിതം ആ മരണത്തിന് വേണ്ടി ഒരുക്കി ജീവിതത്തെ ക്രമീകരിക്കുന്നുണ്ടോ എന്നൊരു പരിശോധനയാണ് ഏറ്റവും പ്രധാനമായി നമുക്ക് നിർവഹിക്കാനുള്ളത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളുമൊക്കെ
റബ്ബിൻ്റെ തൃപ്തി ആഗ്രഹിക്കാനും മരിക്കുന്ന നേരത്ത് മുഅ്മിനായി മരിക്കാനും വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രയത്നിക്കുകയും ചെയ്തവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള ആളുകൾക്ക് ഖൈറിൻ്റെ കവാടം അല്ലാഹു തുറന്നു കൊടുക്കും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നൊരു ഹദീസ് നമുക്കിങ്ങനെ കാണാം. ഇദാ അറാദല്ലാഹു ബിഅബ്ദിൻ ഖൈറാ, അള്ളാഹു ഒരു അടിമക്ക് ഖൈർ ഉദ്ദേശിച്ചാൽ, ഒരു നന്മ വരാൻ ഉദ്ദേശിച്ചാൽ, ഇസ്തഅമലഹു, അള്ളാഹു സുബ്ഹാനഹു വ തആല കർമ്മങ്ങൾ അധികരിപ്പിക്കാനുള്ള കവാടം അല്ലെങ്കിൽ കർമ്മങ്ങൾ അധികരിപ്പിക്കാനുള്ള തൗഫീഖ് അള്ളാഹു അവന് നൽകും. അള്ളാഹു അവനെ കർമ്മനിരതനാക്കും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ഖീല, സ്വഹാബത്ത് ചോദിച്ചു, കൈഫ യസ്തഅമിലുഹു, അള്ളാഹുവിൻ്റെ റസൂലെ എന്താണ് ഇവിടെ ഇസ്തഅമലഹു അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞ യസ്തഅമിലുഹു എന്നാണ് സ്വഹാബത്ത് ചോദിച്ചത്. കർമ്മനിരതരാക്കും എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് സ്വഹാബത്ത് ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, യുഫ്തഹു ലഹു അമലൻ സ്വാലിഹ ബൈന യദൈഹി മൗതിഹി ഹത്താ യർളാ അൻ ഹൗലഹു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ മറുപടി. ഒരു മനുഷ്യൻ മരിക്കുന്ന സമയം അവൻ്റെ കൂടെയുള്ള ആളുകൾക്ക് അവൻ്റെ കാര്യത്തിൽ സന്തോഷവും സംതൃപ്തിയും ഉണ്ടാകുന്ന ഒരവസ്ഥയുണ്ടാക്കി കൊടുക്കുക. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് യാത്രയാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ബാക്കി വെച്ചുകൊണ്ട് യാത്രയാവാൻ നമുക്ക് സാധിക്കണമെന്നതാണ്. നമ്മളെ ഓർക്കുമാറ് നമ്മുടെ ജീവിതത്തിലേക്ക് ഖൈറുകൾ സമ്മാനിച്ച്, നമ്മൾ നിരന്തരം ഓർക്കുമാറ് നമ്മുടെ ജീവിതത്തിലേക്ക് നന്മകൾ സമ്മാനിച്ച് യാത്രയാകുന്ന എത്രയെത്ര ആളുകളുണ്ട്. നാട്ടിൽ ദീനിൻ്റെ രംഗത്ത് സജീവമായി പ്രവർത്തിച്ച് ഇസ്ലാമിലേക്കുള്ള വെളിച്ചം വീശുന്ന രൂപത്തിൽ നമ്മുടെ കൽബിലേക്ക് ദീനിനെ സംബന്ധിച്ച് പകർന്നു തരാൻ വേണ്ടി പണിയെടുത്ത ആളുകൾ മരിക്കുന്ന നേരത്ത് നമ്മുടെ കൽബിൽ എന്തുണ്ടാകും? അയാളെ സംബന്ധിച്ചുള്ള ഖൈറായ ഓർമ്മകൾ നമ്മുടെ മനസ്സിലുണ്ടാകും. ദുനിയാവിൽ വല്ലതും ബാക്കി വെച്ചുകൊണ്ട് വിട പറയാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ തൗഫീഖ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് അമലുകൾ വർദ്ധിച്ച് ഇബാദത്തുകൾ ധാരാളമായി ചെയ്ത് ഭൂമിയിൽ നിന്ന് യാത്രയാകുന്ന ആളുകളുണ്ട്. അവരെ സംബന്ധിച്ച് ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് സംതൃപ്തമാണ്, അവർ ഖൈറിലാണ്. അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ ജീവിച്ചിരിക്കുന്നവർക്ക് സന്തോഷവും ഖൈറുമുള്ളതായിരിക്കും അവർ ജീവിച്ച കാലയളവ് അത്രയും. മരിച്ചു പോകുന്ന കാലത്ത്, വിട പറഞ്ഞു പോകുന്ന കാലത്ത് സഹോദരങ്ങളെ, മരിച്ചവനെക്കുറിച്ച് നന്മ നിറഞ്ഞ ഓർമ്മകൾ ബാക്കിയുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ആ ഖൈറ് അള്ളാഹു തുറന്നു കൊടുക്കുന്ന ഖൈറതാണ്. ആ ഖൈറുകൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് നമ്മൾ ആത്മാർത്ഥമായി പരിശോധിക്കണം. അത് നമ്മുടെ കുടുംബത്തിൽ പ്രകടമാകണം. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ അതുണ്ടാവണം. നമ്മുടെ കുടുംബത്തിൽ നമ്മളെ കൊണ്ട് ഖൈറുകളല്ലാതെ ഷർറുകളില്ല. ഞാൻ മരിച്ചാൽ എൻ്റെ കുടുംബത്തിന് ഓർക്കാൻ നന്മ നിറഞ്ഞ ജീവിതമാണ് ഞാൻ നയിച്ചിട്ടുള്ളത് എന്ന് പറയാൻ നമുക്ക് സാധിക്കുമോ? അത് പരിശോധിക്കേണ്ട വിഷയമാണ്, ഗൗരവമായി ആലോചിക്കേണ്ട വിഷയമാണ്. നമ്മുടെ കച്ചവട സ്ഥാപനങ്ങളിൽ, നമ്മൾ ജോലി ചെയ്യുന്ന പ്രദേശങ്ങളിൽ, നമ്മൾ അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് ജീവിക്കുന്നു എന്ന് പറയുന്ന നമ്മുടെ നാട്ടിൽ, നമ്മുടെ അയൽവാസികൾക്കൊക്കെ നന്മ നിറഞ്ഞ ഓർമ്മകൾ സമ്മാനിച്ച് യാത്രയാവാൻ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തു വച്ചിട്ടുണ്ടോ എന്ന് ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ടതാണ്, ആലോചിക്കേണ്ടതാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിനെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന ആളുകളായി നമ്മൾ മാറാൻ പരമാവധി പരിശ്രമിക്കുക. എത്ര കണ്ട് അള്ളാഹിൻ്റെ ദീനിനെ ശ്രദ്ധയോടെ, പ്രത്യേകിച്ച് വിശ്വാസപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ കൈവരിച്ച് ജീവിക്കാൻ കഴിയുമോ, തഖ്വ കെട്ടിപ്പടുത്ത് ജീവിക്കാൻ കഴിയുമോ, ആളുകൾക്ക് നന്മ നൽകി ജീവിക്കാൻ നമുക്ക് സാധിക്കുമോ? സഹോദരങ്ങളെ, അതാണ് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ ഖൈറുകൾ. മഹാന്മാരായ പണ്ഡിതന്മാർ വിശേഷിപ്പിക്കുന്ന, പഠിപ്പിക്കുന്ന വാചകങ്ങൾ കാണാം.
അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ ഇന്നർ റജുല ലയഅമലു അമല അഹ്ലിൽ ജന്ന, മനുഷ്യരുടെ കൂട്ടത്തിൽ ചില ആളുകൾ ജന്നത്തിന് വേണ്ടി പ്രവർത്തിക്കും, സ്വർഗത്തിന് വേണ്ടി പ്രവർത്തിക്കും. സ്വർഗം കിട്ടണം എന്ന ലക്ഷ്യത്തിൽ സ്വർഗത്തിലേക്ക് ആവശ്യമായ കാര്യങ്ങൾ ഒരുക്കി വെക്കും. ഫീമാ യബ്ദു ലിന്നാസി ഹത്താ മാ യകൂനു ബൈനഹു വബൈനഹാ ഇല്ലാ ദിറാഉൻ വയസ്ബിഖു അലൈഹിൽ കിതാബ് വയഅമലു ബിഅമലി അഹ്ലിൻ നാർ ഫയദ്ഖുലുഹാ. എന്നാൽ സ്വർഗത്തിന് വേണ്ടി പ്രവർത്തിച്ചിങ്ങനെ പോന്ന മനുഷ്യൻ പെട്ടെന്ന് അവന്റെ ജീവിതം തെന്നിപ്പോകുന്നത് കാണാം, വഴിമാറിപ്പോകുന്നത് കാണാം. ദീനിൽ നിന്ന് വഴിതെറ്റി അവർ സ്വർഗത്തിന് വേണ്ടി പ്രവർത്തിച്ചു പോന്നിട്ട് പിന്നീട് മരണം അടുക്കുന്ന കാലമെത്തുമ്പോ ചില ആളുകൾ നരകത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരായി മാറും. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. വളരെ ഗൗരവമുള്ള വിഷയമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന ചില ആളുകൾ നേരെ തിരിഞ്ഞു പോകും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഫയഅമലു ബിഅമലി അഹ്ലിൻ നാർ, അവർ നരകത്തിന്റെ അഹ്ലുകാരായി നരകത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരായി മാറും. ഫയദ്ഖുലുഹാ, ആ നരകത്തിലേക്ക് അവർ പ്രവേശിക്കുകയും ചെയ്യും. പ്രിയമുള്ളവരെ, ഇങ്ങനെ മരിച്ചു പോകുന്ന ആളുകളുണ്ട്. അള്ളാഹു അത്തരക്കാരിൽ നിന്ന് നമ്മളെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച വചനം മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ രക്ഷിതാവിനോട് കരളുരുകി ദുആ ചെയ്തത്. എന്താ പ്രാർത്ഥന? റബ്ബി, എന്റെ രക്ഷിതാവേ, ഖദ് ആതൈതനീ മിനൽ മുൽക്ക്, ഖദ് ആതൈതനീ മിനൽ മുൽക്ക്, അല്ലാഹുവേ, നീ എനിക്ക് രാജാധിപത്യം നൽകി, എനിക്ക് ഭരണം നൽകി, രാജ്യത്തിന്റെ ഭരണം എന്റെ കൈകളിലേക്ക് നീ നൽകി. വഅല്ലംതനീ മിൻ തഅ്വീലിൽ അഹാദീസ്, അല്ലാഹുവേ, ആളുകൾ കാണുന്ന സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറയാനുള്ള കഴിവും നീ എനിക്ക് നൽകിയിരിക്കുന്നു. റബ്ബേ, വഅല്ലംതനീ, നീ എനിക്ക് അറിവ് നൽകിയിരിക്കുന്നു, എനിക്ക് നീ പഠിപ്പിച്ചു തന്നിരിക്കുന്നു. മിൻ തഅ്വീലിൽ അഹാദീസ്, സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം പറയാനുള്ള കഴിവും നീ എനിക്ക് നൽകിയിട്ടുണ്ട്. എന്നിട്ട് യൂസുഫ് നബിയുടെ ദുആ കാണാം. ഫാത്തിറസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളുടെ രക്ഷിതാവേ, ആകാശഭൂമികളുടെ രക്ഷിതാവേ, അൻത വലിയീ, നീയാണ് എന്റെ സംരക്ഷകൻ. ഫിദ്ദുനിയാ, ദുനിയാവിലും, വല്ലാഖിറ, ആഖിറത്തിലും നീയാണ് എനിക്ക് സംരക്ഷകനായിട്ടുള്ളവൻ, എനിക്ക് വലിയായിട്ടുള്ളവൻ നീയാണ്. അതുകൊണ്ട് റബ്ബേ, തവഫനി മുസ്ലിമാ, നീ എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ അല്ലാ. വഅൽഹിഖ്നി ബിസ്വാലിഹീൻ, നാളെ സ്വർഗത്തിൽ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ നീ എന്നെ ഉൾപ്പെടുത്തുകയും ചെയ്യണേ റബ്ബേ. ഈ പ്രാർത്ഥന യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം നിർവഹിച്ചതാണെങ്കിൽ പ്രിയമുള്ളവരെ, ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്ര തവണ ആവർത്തിച്ച് ഉപയോഗപ്പെടുത്തുന്നു? നമ്മുടെ ജീവിതത്തിൽ ഈ പ്രാർത്ഥന ഒരു തവണയെങ്കിലും ആത്മാർത്ഥമായി റബ്ബിനോട് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. തവഫനി മുസ്ലിമാ, റബ്ബേ, നീ എന്നെ മുസ്ലിമായി മരിപ്പിക്കണം. മരണം എന്നുള്ളത് ഉറപ്പാണ്. ആരും ഭൂമിയിൽ മരിക്കാതെ ബാക്കിയാവുകയില്ല. ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ പഠിപ്പിച്ചത് ആരെങ്കിലും മരിക്കാതെ ബാക്കിയാകുമായിരുന്നുവെങ്കിൽ ലകാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദാ, അള്ളാന്റെ റസൂല് ബാക്കിയാകുമായിരുന്നു. ആ റസൂലുള്ള ലോകത്തുനിന്ന് വിട പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മരണം ഉറപ്പാണ്, നമുക്കൊരു മരണം ഉറപ്പാണ്. ആ മരണം വരുമ്പോ മുഅ്മിനായി മരിക്കണം. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണം കേട്ടോ. ഹഖ്ഖ തുഖാതിഹി, സൂക്ഷിക്കേണ്ട മുറപ്രകാരം നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് റബ്ബ് പറഞ്ഞ വാക്കെന്താണ്? വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത് കേട്ടോ. മരിക്കുമ്പോൾ മുഅ്മിനായി മരിക്കണം, മരിക്കുമ്പോൾ മുസ്ലിമായി മരിക്കണം. അതിനുവേണ്ടി എന്ത് പാഥേയമാണ് നമ്മുടെ കൈകളിൽ നമ്മൾ ഒരുക്കി വെച്ചിട്ടുള്ളത്? എന്താണ് നമ്മുടെ കരങ്ങളിലുള്ളത്? പേര് കൊണ്ട് മുസ്ലിമായ പോരാ, പ്രവർത്തനങ്ങൾ കൊണ്ട് മുസ്ലിമാകണം. വിശ്വാസം നന്നാക്കി മുസ്ലിമാകണം. ജീവിതത്തെ ധന്യമാക്കിക്കൊണ്ട് മുസ്ലിമായി ജീവിക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ മരിക്കാൻ സഹോദരങ്ങളെ നമുക്ക് കഴിയുമോ എന്നുള്ളതാണ് നമ്മൾ ഗൗരവമായി ആലോചിക്കേണ്ടത്. ആ ഖൈറിനു വേണ്ടി റബ്ബിനോട് ദുആ ചെയ്യാൻ, ആ ഖൈറ് ലഭിക്കാൻ വേണ്ടി സൃഷ്ടാവായ റബ്ബിനോട് നിരന്തരം പ്രാർത്ഥിക്കുന്നവരുടെ കൂട്ടത്തിലായി മാറാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ ആത്മാർത്ഥമായി ചിന്തിക്കുക.
പരിശുദ്ധ ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയുടെ 217-ാമത്തെ വചനത്തിലുള്ള പഠിപ്പിച്ചത് ആരെങ്കിലും അല്ലാഹുവിന്റെ ദീനിൽ നിന്ന് മാറിപ്പോയാൽ മുസ്ലിമായി ജീവിക്കുക, ഈമാനോടുകൂടി ജീവിക്കുക. എന്നിട്ട് കുറെ കാലം മുസ്ലിമായി ജീവിച്ച മനുഷ്യൻ പെട്ടെന്ന് ലിബറലിസം തലയിൽ കയറിപ്പോവുക, പെട്ടെന്ന് നിരീശ്വര നിർമ്മലവാദങ്ങൾ തലയിൽ കയറിപ്പോവുക, ഇസ്ലാമിന്റെ ഷിആറുകളോടൊരു പുച്ഛ മനോഭാവം തോന്നുക, ദീനിന്റെ നിയമങ്ങളെ ലംഘിക്കുന്ന ആളുകളായി മാറുക. അങ്ങനെ ദീനിൽ നിന്ന് മുർത്തദ്ദായി പോയാൽ ഫയമുത് വഹുവ കാഫിറുൻ, അല്ലെങ്കിൽ അവൻ കാഫിറായി മരിക്കുകയും ചെയ്താൽ, നോക്കൂ നിങ്ങൾ, വിശ്വാസത്തിൽ പരാജയം പറ്റാതെ അള്ളാന്റെ ദീനിനെ മുറുകെ പിടിച്ച് ജീവിക്കുന്നതിൽ നിന്ന് വ്യതിചലിച്ചു കൊണ്ടൊരാൾ മാറിപ്പോവുകയാണെങ്കിൽ അവനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച വാക്കെന്താണെന്നറിയോ? അങ്ങനെ ഒരാൾ മാറിപ്പോവുകയാണെങ്കിൽ, അങ്ങനെ മാറിപ്പോയി മരിക്കുകയാണെങ്കിൽ ഫഹബിത അഅമാലുഹും ഫിദ്ദുനിയാ വൽ ആഖിറ, ഫഹബിത അഅമാലുഹും ഫിദ്ദുനിയാ വൽ ആഖിറ, ഇഹത്തിലും പരത്തിലും അവരുടെ പ്രവർത്തനങ്ങളെ അല്ലാഹു നിഷ്ഫലമാക്കി കളയും. ജീവിതകാലത്ത് ചെയ്തതൊക്കെ ബാത്തിലാവും. ഇസ്ലാമിൻ്റെ നിയമങ്ങൾ ഒരിക്കലും സഹോദരങ്ങളെ നമ്മൾ പുച്ഛിക്കുകയോ ലംഘിക്കുകയോ ചെയ്യാതെ ആ നിയമങ്ങൾ കാത്തു സൂക്ഷിച്ച് ജീവിക്കുക. ചില ആളുകൾക്ക് ദീനിൻ്റെ ഒരു നിയമം പഠിപ്പിക്കുമ്പോൾ അതൊന്നും കാലഘട്ടത്തിന് യോജിക്കൂല എന്നാ പറയാം, അതൊന്നും നമ്മുടെ ജീവിതത്തിലേക്ക് യോജിച്ചതല്ല എന്നാ പറയാം. സഹോദരങ്ങളെ, അത് അള്ളാന്റെ നിയമമാണ്, അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. ആ കൽപ്പനകളോട് ഒരിക്കലും നമുക്കൊരു നിസ്സാരത നമുക്കുണ്ടാകരുത് എന്നാണ് വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ടത്. എന്നിട്ട് റബ്ബ് പറഞ്ഞെന്താണെന്നറിയോ? അങ്ങനെ ജീവിച്ച ആളുകൾക്ക്, ജീവിക്കുന്ന ആളുകൾക്ക് അല്ലാഹു അവന്റെ അമലുകൾ അല്ലാഹു നിഷ്ഫലമാക്കി കളയും. വഉലൈക അസ്ഹാബുന്നാർ, അവർ നരകത്തിന്റെ ആളുകളായി മാറും. ഹും ഫീഹാ ഖാലിദൂൻ, നരകത്തിൽ അവർ നിത്യവാസികളായിരിക്കും. നരകത്തിൽ അവർ നിത്യവാസികളായിരിക്കും. നോക്കികള്, പേടിച്ചു പോയ സ്വഹാബത്തില്ലേ സഹോദരങ്ങളെ? ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനെ അള്ളാഹുവിന്റെ റസൂൽ വിളിച്ചിട്ട് പറഞ്ഞു, ഹുദൈഫ, ഇന്ന ആളുകളൊക്കെ മുനാഫിക്കീങ്ങളാണ്. ഒരു ലിസ്റ്റ് കൊടുത്തു ഹുദൈഫാന്റെ കയ്യിൽ. ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ ഒരു ലിസ്റ്റ് കൊടുത്തു. റസൂലുള്ളാഹിന്റെ സ്വകാര്യതകളെ സൂക്ഷിക്കുന്ന, ഇത്തരം സ്വകാര്യ കാര്യങ്ങൾ റസൂലുള്ള പറയുന്ന അല്ലെങ്കിൽ പ്രവാചകനിൽ നിന്ന് കേട്ട് സൂക്ഷിക്കുന്ന ഒരു വ്യക്തി ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഇങ്ങനെ റസൂലിൽ നിന്ന് കേട്ടു, സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ടു, സ്വഹാബികളിൽ നിന്ന് കിട്ടി. കുറച്ച് മുനാഫിക്കുകളുടെ പേരുകൾ അള്ളാന്റെ റസൂല് ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞിട്ടുണ്ട് എന്ന വിവരം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അറിഞ്ഞു. ആരാ സഹോദരങ്ങളെ ഉമർ? ആരാ പ്രിയമുള്ളവരെ ഉമർ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വിവരമറിഞ്ഞപ്പോ ഹുദൈഫാന്റെ അടുക്കലേക്ക് വന്നിട്ട് ഹുദൈഫാന്റെ കൈ പിടിച്ച് ചോദിക്കുന്നു, ഹുദൈഫ, പൊന്നാര ഹുദൈഫ, എന്റെ പേരെങ്ങാനും അള്ളാന്റെ റസൂല് മുനാഫിക്കുകളുടെ കൂട്ടത്തിൽ എണ്ണിപ്പടിപ്പിച്ചിട്ടുണ്ടോ? മുനാഫിക്കുകളുടെ ലിസ്റ്റ് തന്ന കൂട്ടത്തിൽ എന്റെ പേരേറ്റുണ്ടോ? മുനാഫിക്കീങ്ങൾ, ഇന്ന ആളുകളൊക്കെ മുനാഫിക്കീങ്ങളാണ്, കപടന്മാരാണെന്ന് പറഞ്ഞപ്പോ ആ പേരിലെങ്ങാനും, ആ കൂട്ടത്തിലെങ്ങാനും എന്റെ പേരുണ്ടോ ഹുദൈഫ? ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ പറയില്ല ഉമറെ, അത് പറയാൻ പാടില്ല, ഞാൻ പറയില്ലാണ്. പൊട്ടിക്കരഞ്ഞു. സഹോദരങ്ങളെ, കരയുന്ന ഉമർ ആരാണെന്നറിയോ? സ്വർഗത്തിലെ കൊട്ടാരമുണ്ടെന്ന് റസൂലുള്ള സർട്ടിഫിക്കറ്റ് നൽകിയ വ്യക്തി. സ്വർഗത്തിലെ ഒന്നാമൻ സ്വഹാബികളെ, നിങ്ങളുടെ കൂട്ടത്തിൽ എൻ്റെ അബൂബക്കറാണ്, സ്വർഗത്തിലെ രണ്ടാമൻ എൻ്റെ ഉമറാണ്. ആരാ പറഞ്ഞത്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവ് കൊണ്ട് കിട്ടിയ വാക്ക്, റസൂലുള്ളാഹിന്റെ നാവ് കൊണ്ട് സഹോദരങ്ങളെ സ്വഹാബത്തിന്റെ മുന്നിൽ കേട്ട വാക്കാണിത്. ആലോചിച്ച് നോക്കിങ്ങൾ. ആ ഹുദൈഫ, ആ ഉമർ ഇബ്നുൽ ഖത്താബ് ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, സ്വർഗത്തിൽ ഞാനൊരു കൊട്ടാരം കണ്ടു, ഒരു മണിമാളിക കണ്ടു, ആ മണിമാളിക എന്റേതായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ കൊതിച്ചു. പക്ഷേ ഉമറിന്റെ കൊട്ടാരമാണെന്ന് ഞാൻ അറിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് കയറാതെ പിന്മാറിപ്പോന്നതാണ്. കോപാകുലനാകുന്ന ഉമർ അറിയാതെ ഉമറിന്റെ കൊട്ടാരത്തിലേക്ക് കയറിയാൽ ആ മിഅ്റാജിന്റെ യാത്രയിൽ
സ്വർഗം കണ്ട റസൂലുള്ളാഹിക്ക് കാണിക്കപ്പെട്ട കൊട്ടാരത്തെക്കുറിച്ച് വിവരിച്ചിട്ട് റസൂലുള്ള പറഞ്ഞ വാക്കാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാനതിലേക്ക് കയറിയാൽ എൻ്റെ ഉമറിനത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് ഞാൻ കരുതിപ്പോയിതാ. ഒന്നാമത്തെ സ്വപ്പിന്റെ വലതുഭാഗത്തു നിന്ന് 2 മുട്ടുംകാലിലും മൂന്നി നിന്ന് കൈകൾ ഉയർത്തിലായ റസൂലല്ലാഹ്, അള്ളാന്റെ റസൂലേ, അല്ല അങ്ങനെ പറയരുത്, പ്രവാചകരെ, നിങ്ങൾ എൻ്റെ സന്തോഷത്തിൽ പങ്കാളിയാകുന്നത് എനിക്ക് ഇഷ്ടമാണെന്ന് പ്രകടിപ്പിക്കുന്ന മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. നോക്കിങ്ങൾ, അള്ളാന്റെ റസൂൽ പറയാണ്, അൻത ഫാറൂഖ് യാ ഉമർ, ഉമറേ, നീ സത്യത്തെയും അസത്യത്തെയും വേർതിരിക്കുന്നവനാണ് ഉമറേ. അള്ളാന്റെ റസൂലിന്റെ നാവ് കൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബിന് കിട്ടിയ സ്ഥാനങ്ങളാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വാക്ക് കാണാം, ഉമറിനെ എങ്ങാനും ശൈത്വാൻ കണ്ടാൽ ഉമറിൽ നിന്ന് അതേ മൈലുകൾക്കപ്പുറം ശൈത്വാൻ വിരണ്ടോടും. അത് ഉമറിന്റെ ഈമാനിന്റെ കരുത്താണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നൽകിയ സർട്ടിഫിക്കറ്റ് അല്ലേ. ഇതൊക്കെ ഉണ്ടായിട്ടും ഹുദൈഫാന്റെ അടുക്കൽ വന്ന് കൈപിടിച്ച് ചോദിക്കാണ്, എൻ്റെ പേരെങ്ങാനും കപടന്മാരുടെ കൂട്ടത്തിൽ എണ്ണിയിട്ടുണ്ടോ ഹുദൈഫ? അള്ളാന്റെ റസൂൽ എണ്ണിയ മുനാഫിക്കുകളിൽ എൻ്റെ പേരുണ്ടോ? ഒട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിക്കാൻ, പറയാതെ പിടിച്ചു നിൽക്കുന്ന ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലേക്ക് ചേർത്ത് പിടിച്ച് വിതുമ്പുമ്പോ, കരയുമ്പോ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞുപോയി, ഉമറേ, താങ്കളുടെ പേരതിലില്ല, ആരുടെയൊക്കെ പേരാണ് അതിലുള്ളത് എന്ന് എന്നോട് ചോദിക്കരുത് ഉമറേ. ആരുടെയൊക്കെ പേരാണ് അതിലുള്ളതെന്ന് ചോദിക്കരുത്, താങ്കളുടെ പേരതിലില്ല. ഇത് കേൾക്കുമ്പോൾ സഹോദരങ്ങളെ, സന്തോഷത്തോടെ മടങ്ങുന്ന ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാമെങ്കിൽ നമ്മളത്ര പേടിക്കണം സുഹൃത്തുക്കളെ, നമ്മളത്ര ഭയക്കണം സഹോദരങ്ങളെ. മരിക്കുമ്പോൾ മുഅ്മിനായി മരിക്കാൻ, നിഫാഖില്ലാതെ മരിക്കാൻ, കാപട്യത്തിന്റെ മനസ്സില്ലാതെ മരിക്കാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കാൻ, അള്ളാഹുവിന്റെ ദീനിനെ ഇഷ്ടപ്പെടുന്ന, ദീനിന്റെ നിയമങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന, ഇസ്ലാമിന്റെ ഷിആറുകളെ പരിഹസിക്കാത്ത ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുക. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഇത്തരം വിഷയങ്ങളെ സഹോദരങ്ങളെ നമ്മൾ നെഞ്ചിലേറ്റി ഖൽബിൽ സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിച്ച് മുന്നോട്ട് പോകുന്നവരായി നമ്മൾ മാറാൻ സഹോദരങ്ങളെ നമ്മൾ നിരന്തരം പരിശ്രമിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച പ്രാർത്ഥനകൾ നമ്മൾ മുറുകെ പിടിക്കുക. അതുകൊണ്ട് തവഫനി മുസ്ലിമ, പടച്ചോനെ നീ എന്നെ മുസ്ലിമായി മരിപ്പിക്കണം. മുസ്ലിമായി മരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് കീഴൊതുങ്ങി റബ്ബിൻ്റെ കൽപ്പനകളെ ലംഘിക്കാതെ ജീവിക്കുന്ന ഒരു മുസ്ലിമായി എനിക്ക് മരിക്കണം. എന്തായാലും നമ്മൾ മരിക്കുമല്ലോ, മരിക്കുമ്പോൾ സഹോദരങ്ങളെ പരലോകം നഷ്ടപ്പെടാത്ത രൂപത്തിൽ ഈ ദുനിയാവിൽ ജീവിക്കാൻ നമുക്ക് കഴിയാന്നുള്ളതാണ് ഏറ്റവും വലിയ ഖൈർ. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിൻ്റെ നിയമ നിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാവരോടും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഈ പ്രാർത്ഥനകളും ഈ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളും ക്രമീകരിച്ച് മുന്നോട്ട് പോകാൻ നിരന്തരം പരിശ്രമിക്കുന്നവരായി മാറാൻ അള്ളാഹു നമുക്ക് അങ്ങനെയുള്ള വിഭാഗത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിനെ കാണാൻ ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിലായി മാറാൻ നാം പരിശ്രമിക്കേണ്ടതുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, മൻ അഹബ്ബ ലിഖാ അല്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിൻ്റെ ലിഖാഇനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, അഹബ്ബല്ലാഹു ലിഖാഅഹു, അള്ളാഹു അവനെയും കണ്ടുമുട്ടാൻ അള്ളാഹുവും ഇഷ്ടപ്പെടും, ആഗ്രഹിക്കും എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. വമൻ കരിഹ ലിഖാ അല്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിനെ വെറുത്താൽ,
കരിഹല്ലാഹു ലിഖാഅഹു, അവനെ കണ്ടുമുട്ടുന്നതിന് അള്ളാഹുവും വെറുക്കും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇവിടെ അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണ്? അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് വഹിയൽ ഹാൽ അല്ലതി ലാ തുഖ്ബലു ഫീഹ തൗബ, ചെയ്തു പോയ തെറ്റുകൾക്കൊക്കെ തൗബ ചെയ്ത് മനസ്സറിഞ്ഞ് റബ്ബിനോട് പശ്ചാത്തപിച്ച് മടങ്ങുന്ന ആളുകൾ, അവരല്ലാഹനെ കണ്ടുമുട്ടാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ തൗബ വർദ്ധിപ്പിക്കുക. ജീവിതത്തിൽ തെറ്റും കുറ്റങ്ങളൊക്കെ സംഭവിക്കും, പശ്ചാത്തപിച്ച് മടങ്ങുക, ഖേദിച്ചു മടങ്ങുക. സഹോദരങ്ങളെ, അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ഇഷ്ടപ്പെടുന്നത് ആരായിരിക്കും? അള്ളാഹ് പഠിപ്പിച്ചതുപോലെ ജീവിച്ചൊരു വ്യക്തിക്കാണ് അള്ളാഹനെ കണ്ടുമുട്ടാൻ ഇഷ്ടപ്പെടുള്ളൂ. ഇവിടെ അള്ളാഹനെ കണ്ടുമുട്ടുക എന്നതിൻ്റെ ഉദ്ദേശം പിന്നെ പെട്ടെന്ന് മരിക്കുക എന്നുള്ളതല്ല, മറിച്ച് അള്ളാഹനെ കണ്ടുമുട്ടാൻ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി അള്ളാഹ് പറഞ്ഞതുപോലെ ജീവിക്കും. അള്ളാഹനെ കണ്ടുമുട്ടാൻ വെറുക്കുന്നൊരു വ്യക്തി അവൻ്റെ ജീവിതം എങ്ങനെയായിരിക്കും? അവൻ്റെ ജീവിതം എങ്ങനെയായിരിക്കും? അള്ളാഹ് പഠിപ്പിച്ചതുപോലെ അവൻ ജീവിച്ചിട്ടുണ്ടാവില്ല, അള്ളാഹ് പറഞ്ഞതുപോലെ ജീവിക്കാൻ അവന് സമയം കിട്ടിയിട്ടുണ്ടാവില്ല, ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹനെ കണ്ടുമുട്ടാൻ അവൻ ഇഷ്ടപ്പെടില്ല. കാരണം കണ്ടുമുട്ടിയാൽ ഇനി വരാനുള്ളത് എന്താണെന്ന് അവനറിയാം. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു, വമൻ കാന യർജൂ ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സ്വാലിഹാ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിക്കുകയാണ്. അല്ലാഹു പറഞ്ഞ വിഷയം എന്താ? വമൻ കാന യർജൂ ലിഖാഅ റബ്ബിഹി, ആരെങ്കിലും അല്ലാഹുവിൻ്റെ ലിഖാഇനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, ഉദ്ദേശിക്കുന്നുവെങ്കിൽ, അല്ലാഹനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫൽയഅമൽ അമലൻ സ്വാലിഹാ, അവനവൻ്റെ അമലുകൾ നന്നാക്കിക്കൊള്ളട്ടെ, സൽക്കർമ്മങ്ങളെ അവൻ സജീവമായി പ്രവർത്തിക്കണം. മാത്രമല്ല വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ, അവൻ്റെ ആരാധനകളിൽ റബ്ബല്ലാത്ത ഒന്നിനെയും അവൻ പങ്കു ചേർക്കാതിരിക്കട്ടെ, അള്ളാഹ്ക്ക് ശിർക്ക് വെക്കാത്തവനായി ജീവിച്ചു കൊള്ളട്ടെ. അള്ളാഹനെ കണ്ടുമുട്ടാൻ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തി ശിർക്കിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് പോകരുത്, അമലുകൾ നന്നാക്കണം, ജീവിതം ശുദ്ധീകരിക്കണം, ഇസ്ലാമിൻ്റെ നിയമങ്ങൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം. അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ സാധിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ഇഷ്ടപ്പെടുന്ന ആളുകളായി അവർ മാറും. അതുകൊണ്ട് ജീവിതം നന്നാക്കുക, നമ്മുടെ കുടുംബജീവിതത്തെയും വ്യക്തി ജീവിതത്തെയും ഒക്കെ പരമാവധി ശുദ്ധീകരിച്ച് ജീവിതത്തെ ക്രമീകരിച്ച് മുന്നോട്ട് പോകുന്നവരായി സഹോദരങ്ങളെ നമ്മൾ പരിശ്രമിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പരിശുദ്ധ ഖുർആനും നമുക്ക് പഠിപ്പിച്ചു തന്ന പോലെ ജീവിതത്തൊന്ന് ചിട്ടയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ പരിശ്രമിക്കുക. നമ്മൾ ആദ്യം നമ്മുടെ അടുത്ത് വരുന്ന തെറ്റുകൾ എന്താണ്, അറിഞ്ഞുകൊണ്ട് സംഭവിക്കുന്ന തിന്മകളെക്കുറിച്ചൊന്ന് ആലോചിച്ച് അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഏതൊരു സാഹചര്യമാണോ ആ തിന്മയിലേക്ക് നമ്മളെ നയിക്കുന്നത്, ആ സാഹചര്യത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ നമ്മൾ പരിശ്രമിക്കുക. എന്നിട്ട് റബ്ബിനോട് കരളൊരുകി ദുആ ചെയ്യുക. കഴിഞ്ഞുപോയ തെറ്റുകൾ അള്ളാഹുവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ച് റബ്ബിനോട് തൗബ ചെയ്ത് മടങ്ങി, പശ്ചാത്തപിച്ചു മടങ്ങി, ഇനിയുള്ള ജീവിതകാലം മരിക്കുന്നത് വരെ നന്നാക്കുമെന്ന ആ പ്രതീക്ഷയോടുകൂടിയും പ്രയത്നത്തോടുകൂടിയും ജീവിക്കുക. അള്ളാഹു അത്തരക്കാരിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. സഹോദരങ്ങളെ, മരിച്ച് മയ്യത്ത് കെട്ടിലേറ്റി കൊണ്ടുപോയാൽ മരണം തൊണ്ടയിലേക്ക് എത്തുന്നതോടുകൂടി തീർന്നു. പിന്നെ ചാൻസ് നഷ്ടപ്പെടുകയാണ്. നന്നാവാൻ പിന്നെ ചാൻസ് ഇല്ല. അള്ളാഹ് തന്ന ആയുഷ്കാലാണ്. ഇപ്പോൾ ചില ആളുകൾ മരിക്കുന്ന നേരത്ത് ഇങ്ങനെ വിലപിക്കുന്ന മനുഷ്യന്മാരെ കാണാം, കരയുന്ന മനുഷ്യന്മാരെ കാണാം. അള്ളാഹ് പറഞ്ഞല്ലോ, ചില ആളുകൾ കരയും, എന്നിട്ട് പറയും, റബ്ബേ എൻ്റെ സമയമൊന്ന് നീട്ടിക്കൊണ്ട പടച്ചോനെ, നീട്ടിക്കൊണ്ട റബ്ബേ, ഞാൻ നന്നായി വരാം. ഫലാ സ്വദ്ദഖ വലാ സ്വല്ലാ വലാകിൻ കദ്ദബ വതവല്ലാ. പടച്ചോനെ ഞാൻ നന്നായിക്കോള റബ്ബേ, നിസ്കരിച്ചിട്ടില്ലല്ലാ, ദാനധർമ്മം ചെയ്തിട്ടില്ലല്ലാ, സുഹൃതവാന്മാരുടെ കൂട്ടത്തിലായി മാറിയിട്ടില്ല റബ്ബേ, എൻ്റെ സമയമൊന്ന് നീട്ടിക്കൊണ്ട പടച്ചോനെ. അള്ളാഹ് പറയണ വാക്കെന്താണെന്നറിയോ? നിങ്ങൾ പടച്ചോൻ പറയണ വാക്കെന്തറിയോ? ഇത്ര കാലം നിനക്ക് സമയം തന്നു, എന്തേ നന്നാവാഞ്ഞേ? അല്ലേ?
ഒരു അറ്റാക്ക് വന്നു, എന്നിട്ട് നന്നായോ? ഇല്ല. ഒരു സർജറി കഴിഞ്ഞു, ബൈപ്പാസ് കഴിഞ്ഞു, എന്നിട്ട് നന്നായോ? ഇല്ല. വലിയൊരു ആക്സിഡന്റിൽപ്പെട്ട് കുടുങ്ങി അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോന്നതാണ്, ഡോക്ടർമാർ കൈമലർത്തിയതാണ്, എന്നിട്ടും അള്ളാഹു ആയുസ് നീട്ടിത്തന്നു, എന്നിട്ട് നന്നായോ? ഇല്ല. ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മരിക്കണ നേരത്ത് പറയാണ് നന്നായിക്കോളാം, എൻ്റെ സമയമൊന്ന് നീട്ടിക്കൊണ്ട. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വാക്കെന്തറിയോ? ഇത് വെറും വാക്കാണ്, ഇതെൻ്റെ ഒരു വെറും വർത്തനാണ്, അതുകൊണ്ട് നിർത്തിയിട്ട് ഇനി നിനക്ക് സമയമില്ല. അള്ളാഹു നിശ്ചയിച്ച അവധി സുമ്മ ഖദാ അജലൻ. അള്ളാഹു ഒരു അവധി നിശ്ചയിച്ചിട്ടുണ്ട്, ആ അവധി എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു സെക്കൻഡ് പടച്ചവനോട് മാറ്റി വെക്കൂല. അതുകൊണ്ട് 60 വയസ്സ് വരെ സമയം തന്നിട്ടുണ്ടെങ്കിൽ 60 കൊല്ലക്കാലം എന്ത് ചെയ്തു എന്ന പുനർപരിശോധന അനിവാര്യമാണ്. 20ാമത്തെ വയസ്സിലാണ് തൊണ്ടയിലേക്ക് റൂഹെത്തി, മലക്കുൽ മൗത്തിന്റെ പിടുത്തം നമ്മളിലേക്ക് വരുന്നതെങ്കിൽ ആ ആയുഷ്കാലം, ആ 20 കൊല്ലത്തിനിടയിൽ നമ്മൾ എന്ത് ചെയ്തു? എൻ്റെ യുവത്വം ഞാൻ എങ്ങനെ ചെലവഴിച്ചു? എൻ്റെ ബാല്യം ഞാൻ എങ്ങനെ ചെലവഴിച്ചു? എനിക്ക് പ്രായപൂർത്തിയെത്തിയതിനു ശേഷം എൻ്റെ ജീവിതത്തെ ഞാൻ എങ്ങനെ ക്രമീകരിച്ചു എന്നൊരു പരിശോധന നിരന്തരം അനിവാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പരിശോധിച്ച് ജീവിതത്തിലെ പാപങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് സുഹൃതങ്ങൾ വർദ്ധിപ്പിച്ച് മരണത്തെ ഓർത്തുകൊണ്ട് ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് ഒന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. അസുഖം ബാധിച്ച് കിടക്കുന്ന ആളുകളുണ്ട്, അള്ളാഹു എല്ലാവർക്കും ഷിഫാഉൻ ആജിലിനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട ഒരുപാട് രോഗികളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ ആളുകൾക്കും അള്ളാഹു ഷിഫാഇനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അവർക്കൊക്കെ അള്ളാഹു ഈമാനുള്ള ഖൽബ് അള്ളാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. വലിയ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ ബാധിച്ച് അതിൻ്റെ റിസൾട്ട് കയ്യിൽ കിട്ടി ഡോക്ടറെ കാണാൻ വേണ്ടി നിന്ന് നമ്മുടെ വിളിച്ച് ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ട ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പരിപൂർണമായ ഷിഫാഇനെ അള്ളാഹു അദ്ദേഹത്തിന് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും അള്ളാഹു തട്ടി നീക്കി സലാമത്തുള്ള സമാധാനമുള്ളൊരു ജീവിതം അള്ളാഹു ഇഹലോകത്തും പരലോകത്തും അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദിനെ ഉച്ചരിച്ചുകൊണ്ട് മരിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب دعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء الدين. اللهم أصلح حال إخواننا وأهلنا في فلسطين. اللهم أصلح حال إخواننا وأهلنا في فلسطين. اللهم أصلح حال إخواننا وأهلنا في فلسطين. اللهم طهر المسجد الأقصى. ربنا تقبل منا، ربنا تقبل منا، ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.